Great job, Savio. That was a great performance. ഇനി നമ്മൾ ഇനാഗുറേഷനും മറ്റുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് കൾച്ചറൽ പ്രോഗ്രാമിന് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. പ്രോഗ്രാം ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറി സിറിൽ ജോണിനെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, പറഞ്ഞതുപോലെ എൻ്റെ പേര് സിറിൽ ജോൺ. ഞാൻ സർഗത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. നമ്മൾ നേരെ ഇനാഗുറേഷൻ ഇതിലേക്ക് കടക്കുകയാണ്. ഈ വർഷം ഇനാഗുറേഷനും ജനറൽ ബോഡിയും ഈ പ്രോഗ്രാമിൻ്റെ മിഡിലിൽ വെച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം മാക്സിമം പാർട്ടിസിപ്പേഷനാണ്. കാരണം തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ കാണുകയില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ടുവേഴ്സ് ദ മിഡിൽ വെച്ചത്. കാരണം ഇനാഗുറേഷൻ ജനറൽ ബോഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ഇൻ ജനറൽ, ഹാപ്പി ഹോളിഡേയ്സ് ടു എവരിബഡി. So without delay, I'm going to invite the guest people to the stage. First, I like to invite Sargam Chairman Mridal Sadanandan to the stage. Mridal, please come. Thank you, Mridal. Second, I'd like to welcome President, Sargam President Wilson Nechikad. Wilson Nechikad, please come to the stage. Now I'd like to invite our chief guest, Father G.B. Ponganbarayal. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇവിടുത്തെ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. Father G.B. Ponganbarayal, please come to the stage. Thank you, Acha. Okay, now I'd like to invite President Wilson Nechikad for presidential address. Wilson, it's yours. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും 1000 ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജിബി അച്ഛൻ, ഞങ്ങളുടെ ചെയർമാൻ ശ്രീ മൃദൽ സദാനന്ദൻ, സെക്രട്ടറി സിറിൽ ജോൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് മൈ ഡിയർ സർഗം ഫാമിലി, we wish you a Merry Christmas and a Happy New Year. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ക്രിസ്മസിൻ്റെ സന്തോഷവും സാഹോദര്യവും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനാണ്. നമ്മൾ എന്താണെന്ന് അവരെ ജീവിച്ച് കാണിക്കുവാൻ വേണ്ടിയാണ്. I wish you convey a warm joy and good wishes for the holidays and a Happy New Year, ranging from Merry Christmas and Happy Holidays to heartfelt notes about peace, love, family and friendship, with the popular themes including sparkling lights, cozy memories and blessings for the year ahead. എനിക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് എൻ്റെ കമ്മിറ്റി അംഗങ്ങളും എൻ്റെ സമൂഹവും സർഗം ഫാമിലിയിൽ നിന്ന എല്ലാവിധ സപ്പോർട്ടിനും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. വി ഹേഡ് യു. നിങ്ങൾക്കറിയാമോ, നമുക്ക് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. വാട്ട് വി വാണ്ട് ടു അപ്ഡേറ്റ്, ഹൗ വി വാണ്ട് us to do the show, or how you want to manage the events. We heard you. അതിൽ നിന്നും നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ന് 198 കലാകാരന്മാരും കലാകാരികളും ഈ സ്റ്റേജിൽ നിറഞ്ഞാടുന്നുണ്ട്. അത് നിങ്ങൾ തന്ന ആ ഫീഡ്ബാക്കിൽ നിന്ന് മാത്രമാണ്. ഈ പ്രാവശ്യം നമുക്ക് വന്നിരുന്ന എല്ലാവിധ പ്രോഗ്രാമുകളും ഒന്നുപോലുമില്ലാതെ വെയിറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത്
ഞങ്ങൾ സമയം വെച്ചിട്ട് ഏർലിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെയിൽ നടന്നതും ഇന്നാണ്. Close to 600 people took this ticket also. That's a great achievement, and that is from your comments, from your support, and we are hearing you and we are with you. And with that one, I would like to give a stage because we have a lot of programs. I don't want to do a lot more to say, even though once again, I wish you a Happy New Year and a Merry Christmas to you all. Bye and see you again. Thank you. I wish to invite our chief guest, Reverend Father G.B. Pangambara, to give the chief guest message to the audience. Thank you. Come on. നമസ്കാരം. വേദിയിൽ ആയിരിക്കുന്ന പ്രസിഡന്റ് വിൽസൺ ചേട്ട, ചെയർമാൻ മൃദുലേട്ട, സിർലേട്ട, പ്രിയമുള്ള സർഗത്തിൻ്റെ ഭാരവാഹികളെ, സർഗത്തിൻ്റെ മെമ്പേഴ്സായിട്ട് ഇവിടെ ആയിരിക്കുന്നവരെ, എല്ലാവരുടെയും മുഖം കാണാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം ഈ ലൈറ്റ് വളരെ ശക്തമായിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഈ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒരുപാട് മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. സർഗം ഇന്ന് ഇവിടെ ഈ 2025 ക്രിസ്തുമസും 2026 വരവേൽക്കാനായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ സർഗത്തിന്റെ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ സർഗത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി. 1.5 വർഷം കൊണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ വിൽസൺ ചേട്ടൻ പറഞ്ഞു ഒരു 198 പേര് പ്രോഗ്രാമുകളുമായിട്ട് സ്റ്റേജിൽ കയറുന്നുണ്ട് എന്ന്. ഈ 198 പേരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊന്നും ഒരു മതത്തെ ഒന്നും റെപ്രസെന്റ് ചെയ്യുന്നവരല്ല. ഒരു മതാന്തരമായിട്ട് ഒരു മലയാളി എന്ന ഒരു സ്നേഹം, ഒരു ഐക്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് സർഗം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ആശംസ എന്ന് പറയുന്നതും ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഈ ഒരു ഐക്യത്തിൽ ആയിരിക്കാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്. കാരണം നമ്മളിന്ന് ക്രിസ്തുമസ് കൊണ്ടാടുന്നുണ്ട്. ക്രിസ്തു വന്നത് തന്നെ സകല ലോകത്തിനും വേണ്ടിയുള്ള സന്ദേശമായിട്ടാണ്. ക്രിസ്തുവിനെ നമ്മൾ ചിലപ്പോൾ ഒരു സമൂഹത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒക്കെ ഭാഗമാക്കി മാറ്റിക്കളയുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ആ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ചെറിയൊരു പാടുവരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു മതിൽക്കെട്ടുകൾ കടന്നു വന്നിട്ടുണ്ടാകുകയില്ല. പക്ഷെ നമ്മളൊക്കെ പോകുന്ന ഒരു കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ദശകം കൊണ്ട്, ഒരു 10 വർഷം കൊണ്ട് കുറെ മതിലുകൾ കെട്ടി മനസ്സുകളെ വേർതിരിച്ചിരിക്കുന്ന സമൂഹമായിട്ട് കേരളം മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഈ വിദൂരത്തിലിരുന്നു കൊണ്ട് സങ്കടപ്പെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സർഗം അതിന് ഒരു മാതൃകയായിട്ട് മാറുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ക്രിസ്തു വന്നത് ഈ ലോകത്തിന് മുഴുവനുള്ള സന്ദേശമായിട്ടാണ്. ദൈവങ്ങളെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ സാമ്യം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ക്രിസ്തു തൻ്റെ വളർത്തു പിതാവിൻ്റെയും വളർത്തു മാതാവിൻ്റെയും കൂടെയാണ് വളർന്നു വന്നത്. ബുദ്ധ, നിങ്ങൾക്കറിയാം, ബുദ്ധനുണ്ടായിട്ട് ഉടനെ തന്നെ ബുദ്ധന്റെ അമ്മ മായാദേവി മരിക്കുകയാണ്.
ബുദ്ധൻ വളർന്നു വന്നത് അമ്മയുടെ കൂടെ അല്ല, വളർത്തമ്മയുടെ കൂടെയാണ്. ലോർഡ് കൃഷ്ണ നിങ്ങൾക്കറിയാം, കൃഷ്ണൻ തടവറയിലാണ് ഉണ്ടാകുന്നത്. തടവറയിൽ ആയിരുന്ന മാതാപിതാക്കളുടെ ഇടയ്ക്ക് നിന്ന് യശോദയും വസുദേവരുമാണ് കൃഷ്ണനെ വളർത്തിക്കൊണ്ടുവരുന്നത്. മുഹമ്മദ് നബി നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, മുഹമ്മദ് നബി ഉണ്ടാകുന്നതിന് മുൻപേ അച്ഛൻ മരിച്ചു പോയിരുന്നു. മുഹമ്മദ് നബിക്ക് 6 വയസ്സായപ്പോൾ അമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ക്രിസ്തു പറയാനായിട്ട് വന്ന അതേ സന്ദേശം നമുക്ക് പകർന്നു തരുന്നത് കർണനാണ് എന്ന് കാണാനായിട്ട് പറ്റും. കർണനെ കുന്തി ദേവിയുടെയും സൂര്യഭഗവാന്റെയും പുത്രനായിട്ട് ജനിച്ചിട്ട് പുഴയിൽ ഒഴുക്കി വിട്ട് സൂതൻ വളർത്തിയ പുത്രനാണ്. സൂതപുത്രനായിട്ടാണ് കർണൻ അറിയപ്പെടുന്നത്. ഈ സൂതൻ കർണനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനല്ല നിന്റെ അച്ഛൻ, സൂര്യനാണ് നിന്റെ അച്ഛൻ. പിന്നീട് കർണനെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ടോ കർണൻ അവിടെ പോയി നിൽക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ സ്നേഹം ഇങ്ങനെ പൊതിയുന്നതായിട്ട് കർണന് തോന്നുന്നുണ്ട്. സൂതപുത്രൻ ഒരു സൂര്യപുത്രനായിട്ട് മാറിയ അനുഭവം ഇത് തന്നെയാണ്. ശരിക്കും ഞാനതാ പറഞ്ഞു, ഈ ദൈവങ്ങളൊക്കെ തമ്മിൽ ഒരു ഐക്യം ഉണ്ടെന്ന്, ഒരു സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ അനുയായികൾ തമ്മിൽ ആ ഒരു ഐക്യം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ കരയുന്നുണ്ടാകുമോ എന്നെനിക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ തോന്നാറുണ്ട്. ഈ ദൈവങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ക്രിസ്തുമസ് നമുക്ക് തരുന്ന ഒരു സന്ദേശം അതാണ്. സൂതപുത്രൻ സൂര്യപുത്രനായതുപോലെ സൺ ഓഫ് ഗാഡ് ഹാസ് ബിക്കം സൺ ഓഫ് മാൻ ആൻഡ് സൺ ഓഫ് മാൻ ഹാസ് ബിക്കം സൺ ഓഫ് ഗാഡ്. അപ്പോൾ ക്രിസ്തു പറയുന്ന ഒരു സന്ദേശം അതാണ്. ക്രിസ്തു, ഞാൻ ആദ്യം പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല വന്നേ. നമ്മൾ അതിനെ ഒരു ലേക്ക് തഹോയിൽ മഞ്ഞ് പെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ലേക്ക് താഹോയിൽ മഞ്ഞ് പെയ്യുന്നത് ലേക്ക് താഹോയിലുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കുകയല്ല. ലേക്ക് താഹോയിലുള്ളവർ മാത്രമല്ല ആസ്വദിക്കുന്നത്, നമ്മളൊക്കെ ഇവിടുന്ന് വണ്ടി എടുത്ത് ലേക്ക് താഹോയിൽ മഞ്ഞ് കാണാനായിട്ട് പോകും. മഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ മഞ്ഞ് പെയ്യണേ എന്ന് പറഞ്ഞതുപോലെ ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും മനുഷ്യപുത്രന്മാരല്ല, ദൈവപുത്രന്മാരാകാനായിട്ട് ഉള്ളവരാണ് എന്ന സന്ദേശമാണ് ഈ ക്രിസ്മസിന് നമുക്ക് തരാനായിട്ടുള്ളത്. നമ്മൾ സൂതപുത്രന്മാരല്ല, സൂര്യപുത്രന്മാരാണ്. ആ ഒരു ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ താളം മനസ്സിൽ കാത്തു സൂക്ഷിക്കാനായിട്ടാകട്ടെ എന്ന് ഈ ക്രിസ്മസിൽ ആശംസിക്കുന്നു. ദൈവം, സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സോറി, ഇത് ഒഫീഷ്യലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യണമെന്ന്, അനൗൺസ് ചെയ്യണമെന്ന് എന്നോട് സിറിലേട്ടൻ അനൗൺസ് ചെയ്തതുകൊണ്ട് ഈ സർഗത്തിൻ്റെ ഈ 2025 ക്രിസ്മസ് ആഘോഷത്തിൻ്റെയും പുതുവത്സര ആഘോഷത്തിൻ്റെയും ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Acha. Thank you very much for the really meaningful message. Thank you. നമ്മൾ ഉടനെ തന്നെ നേരെ ജനറൽ ബോഡി മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പ്ലീസ് പേ അറ്റൻഷൻ. ഈ സമയത്ത് ഞാൻ സർഗത്തിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും, മോർ സ്പെസിഫിക്കലി എക്സിക്യൂട്ടീവ് ബോർഡ് ആൻഡ് ജനറൽ കമ്മിറ്റി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. Again, all Sargam committee members, please come to the stage.
ആ സമയത്ത് ഞാൻ ഫോർമൽ അജണ്ട ഒന്ന് റീഡ് ചെയ്യാണ്. ഫസ്റ്റ് സെക്രട്ടറി വെൽക്കംസ്, ദെൻ സെക്രട്ടറി വെൽക്കംസ് ചെയർമാൻ ഫോർ ഫെസിലിറ്റേഷൻ, then secretary's report, then finance report, then discussions or approval of the proposed amendments to the constitution and bylaws of Sargam, then introduction of the new joint secretary, then if you have any open agenda item, please bring it, then order thanks by joint secretary. Again, committee members, please come to the stage. All committee members, please. സോ ഒരു ഫോർമൽ മീറ്റിങ്ങിലായതുകൊണ്ട് അഗെയിൻ ഒറ്റ വാക്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ ജനറൽ ബോഡിയിലേക്ക് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ചെയർമാൻ മൃദുൽ സന്താനന്ദനെ ഫെസിലിറ്റേഷനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ശീൽ. ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവരും ഒരു ക്രിസ്മസ് ആശംസകൾ. നല്ലൊരു ക്രിസ്മസ് മെസ്സേജ് തന്ന അച്ഛന് പ്രത്യേകം നന്ദി. ഇത് വർഷം കഴിയുന്തോറും ഈ ക്രൗഡ് കൂടി വരുന്ന കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്. ഈ വർഷം സർഗത്തിനെ സംബന്ധിച്ചോളം ഒരു റെക്കോർഡ് നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇത്ര പേര് സർഗം പ്രോഗ്രാമിന്, ക്രിസ്മസ് പ്രോഗ്രാമിന് സ്റ്റേജിൻ്റെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഇനി ഓഡിയൻസിലുള്ളതും ഏറ്റവും ഇത്ര വലിയ നമ്പർ ആദ്യമായിട്ടാണ്. അപ്പം എല്ലാവർക്കും അതിൻ്റെ ഈ സർഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക് യു. ഈ പറയുന്ന ഓരോ കാര്യത്തിനും കൈയടി കിട്ടിയാൽ പെട്ടെന്ന് ഈ പരിപാടി തീർക്കാൻ. അപ്പം അതുപോലെ തന്നെ പ്രസിഡന്റ് നേരത്തെ പറയുണ്ടായി, ഇത് 2ാമത്തെ വർഷമാണ് ഈ കമ്മിറ്റിയുടേത്. അപ്പം ഈ പ്രോഗ്രാം ഈ കഴിഞ്ഞ 2 വർഷം വളരെ വിജയത്തോടെ എല്ലാ പരിപാടിയും ചെയ്തതിന് ആദ്യം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജനറൽ കമ്മിറ്റി, സബ് കമ്മിറ്റി, വോളണ്ടിയേഴ്സ്, പെർഫോമേഴ്സ്, സ്പോൺസേഴ്സ് എല്ലാവർക്കും ഒരു പ്രത്യേകം നന്ദി. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റേജിൽ വന്നാൽ പറയുന്നൊരു കാര്യമുണ്ട്, സർഗത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ സപ്പോർട്ട് ചെയ്യുന്ന വോളണ്ടിയേഴ്സാണ്. അപ്പം അത് ഇവിടെ ഇരിക്കുന്ന പലരും ഒരുവിധം എല്ലാവരും ഉണ്ട് അതിൽ. അപ്പം നിങ്ങൾ സ്വന്തം കൈയടിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളതിൽ. പിന്നെ കഴിഞ്ഞ 2 വർഷമായി എല്ലാ പരിപാടിയും കോർഡിനേറ്റ് വിജയകരമായി നടത്തിയ പഴയ കമ്മിറ്റി, അതായത് ഈ മാസത്തോടെ തീരുന്ന കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി. അതിനെ ലീഡ് ചെയ്ത വിൽസൺ നെച്ചിക്കാടിന് വളരെ ഗുഡ് ജോബ്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പുതിയ കമ്മിറ്റിയെ രമേശിൻ്റെ ലീഡർഷിപ്പിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രമേശിന് ഗുഡ് ലക്ക്. അതിലൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി പൊസിഷൻ നമ്മൾ പിന്നെയും നോമിനേഷൻ എടുത്ത് ബൈലോ പ്രകാരം പുതിയൊരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ വ്യക്തിയെ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സജീവ് പിള്ളൈ. ഇതാണ് പുതിയ ജോയിൻറ്റ് സെക്രട്ടറി. അപ്പം ഈ പുതിയ കമ്മിറ്റി ഓൾറെഡി അടുത്ത വർഷത്തേക്ക് എന്തൊക്കെ പരിപാടി ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഓൾറെഡി ഒരു ധാരണയുണ്ട്. അവർ ഓൾറെഡി പ്രോഗ്രാം അനൗൺസ് ചെയ്യുകയും ചെയ്തു. മാർച്ച് 14 സർഗോത്സവ് എന്ന് പറയുന്ന ഡാൻസ് ആൻഡ് ആർട്സ് കോമ്പറ്റീഷൻ്റെ അനൗൺസ്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. സർഗത്തിൻ്റെ വെബ്സൈറ്റ് പോയാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്കിൽ ചോദിച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ജനറൽ ബോഡി ഐറ്റംസിലേക്ക് ആദ്യ ഐറ്റമായ സെക്രട്ടറി റിപ്പോർട്ട്. Cyril. Thank you, Mradul. Yeah, that's okay. Yeah, that's okay. Thank you, Mradul. ഞാൻ സെക്രട്ടറി റിപ്പോർട്ടിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. ദയവായിട്ട് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ സ്നാക്സോ ഈ ഹാളിനകത്ത് കയറ്റരുത്. ഇറ്റ്സ് വെരി സ്ട്രിക്റ്റ്. സ്കൂൾ ഡിസ്ട്രിക്റ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് ഡോണ്ട് ബ്രിങ് എനി ഫോം ഓഫ് ഡ്രിങ്ക്സ് ഓർ സ്നാക്സ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഒരു ഇവൻറ്റ് സ്പോൺസറായ കാർത്തി സമ്പത് കുമാറിൻ്റെ ഒരു കൗണ്ടർ ഫ്രണ്ടിലുണ്ട്. നിങ്ങൾ പോയി സൈൻ ചെയ്യുവാണെങ്കിൽ ഹീസ് ഗോയിങ് ടു ഡു എ റാഫിൾ ഡ്രോ അറ്റ് ദി എൻഡ് ആൻഡ് ദർ വിൽ ബി എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ യു വെയിറ്റിംഗ്. സോ ഫോർ ദാറ്റ് ഐ വാണ്ട് ടു താങ്ക് സമ്പത് കുമാർ. ഞാൻ സെക്രട്ടറി റിപ്പോർട്ടിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് 1 മാസം മുമ്പ് ഇത് സർഗത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനും, ആക്ച്വലി ഇൻ എ വേ മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് എല്ലാവർക്കും
അയച്ചിരുന്നു. നിങ്ങൾക്ക് അത് റിവ്യൂ ചെയ്യാൻ ഒരവസരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഹോൾ റിപ്പോർട്ട് ഞാൻ റീഡ് ചെയ്യുന്നില്ല. ഐ വിൽ ഗോ ത്രൂ ദ മെയിൻ പോയിൻറ്റ്സ്. ഞാൻ നേരെ കടക്കുന്നത് ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ മൃദുല പറഞ്ഞ പോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഡിസംബർ 31 എക്സിസ്റ്റ് ചെയ്യുന്ന കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം നമ്മുടെ കൾച്ചറൽ കോർഡിനേറ്റർ ആയിരുന്ന പ്രവീൺ പിള്ളയ്ക്ക് പേഴ്സണൽ റീസൺ കൊണ്ട് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിന് പകരമായിട്ട് ജയൻ ശിവശങ്കരനെ നമ്മൾ പുതിയ കൾച്ചറൽ കോർഡിനേറ്ററായിട്ട് ഒഫീഷ്യലി ജൂലൈ 1, 2025 നമ്മൾ ഡിക്ലെയർ ചെയ്തു. അത് എന്ത് സംഭവിച്ചാൽ അത് വന്നപ്പോൾ നമ്മുടെ ഫോൾസം എൽഡറാഡോ റെപ്രസെൻറ്റേറ്റീവ് പൊസിഷനിൽ ഒരു വേക്കൻ്റ് ആയിട്ട് വന്നു. അവിടെ 3 പൊസിഷനായിട്ടുള്ളത്. കാരണം ജയൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ പൊസിഷൻ കറൻ്റ്ലി വേക്കൻ്റാണ്. ലെറ്റ് മീ ഗോ ടു സമ്മറൈസ് ദ പ്രോഗ്രാംസ്. ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാം നടന്നത് March 8, 2025, നെയ്മഡ് സർഗോത്സവ്. ദെൻ ദ സെക്കൻഡ് പ്രോഗ്രാം facilitated by Sargam. It's actually 2 programs together, college planning workshop and a career guidance workshop, which was held on March 29th, 2025. Then the third program facilitated ചെയ്തത് സർഗ സംഗമ എന്ന പേരിൽ ഡാൻസ് പ്രോഗ്രാമാണ്. അത് May 4th, 2025. Then we have the 4th program, 56 card game competition, which was held on May 10th, 2025. Then next program, as usual, നമ്മളെല്ലാ വർഷവും ചെയ്യുന്നത് പോലെ വെൽ ഓർഗനൈസ്ഡ് വെൽ പ്ലാൻഡ് പിക്നിക് വിച്ച് ഇസ് നെയിംഡ് തട്ടുകട സർഗം 3 in event. അത് June 14th, 2025 ടു പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പ്രോഗ്രാം ഈ വർഷം ആദ്യമായിട്ട് ചെയ്തതാണ് പിക്കിൾ ബോൾ ടൂർണമെൻറ്റ്. അത് July 26th, 2025 ചെയ്തു. ഇറ്റ് വാസ് റിയലി സക്സസ്ഫുൾ. ഇറ്റ് വാസ് ആൻ അമേസിങ് ഗെയിം. ദെൻ അത് 7th പ്രോഗ്രാം നമ്മൾ കുറേ വർഷം 2-3 വർഷം ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ വി ബ്രോട്ട് ഇറ്റ് ബാക്ക് വിച്ച് ഇസ് നെയിംഡ് കർഷകശ്രീ അവാർഡ് 2025. അത് August 1st വീക്കിലാണ് അതിന് ചെയ്തത്. ദെൻ അനദർ പ്രോഗ്രാം ഓണം സെലിബ്രേഷനാണ്. എഗെയിൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ആക്ച്വലി 2 മേജർ ഇവൻറ്റ്സ് ആണ്, ഓണം പ്രോഗ്രാം ആൻഡ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രോഗ്രാം. ഈ വർഷത്തെ ഓണം പ്രോഗ്രാം ഇറ്റ് വാസ് അമേസിംഗ്ലി ഓർഗനൈസ്ഡ്. അത് ടേക്ക് പ്ലേസ് ചെയ്തത് August 23rd, 2025. ദെൻ നമ്മൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഥകളി നമ്മൾ ഈ വർഷം ചെയ്തു October 19th, 2025. ദെൻ പിന്നെ ഇന്ന് നടക്കുന്ന ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രോഗ്രാം. ആക്ച്വലി so with all the 10 programs we were really busy this year. So proud to say that Sargam could serve the community in every different aspects. ഓക്കെ, അടുത്തത് സെക്രട്ടറി റിപ്പോർട്ടിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് ചെയർമാൻ മൃദൽ ഇപ്പം പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സ്, മൃദൽ ചെയർമാന്, ദെൻ വിൽസൺ നെച്ചിക്കാട്ട് ആൻഡ് രാജൻ, അവർ ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സാണ്. അവരുടെ നേതൃത്വത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബൈലോ ഫോളോ ചെയ്തുകൊണ്ട് ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ്റെ റിസൾട്ട് ഓൾറെഡി ഓണം 2020 ഈ വർഷത്തെ ഓണം പ്രോഗ്രാമിന് അനൗൺസ് ചെയ്തു. അതുകൊണ്ട് അവരുടെ പേര് ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. So that is the summarized program. Oh, then also we are affiliated with the national organization FOMA. So with that, on behalf of the Sargam committee, I really want to say thanks to each and every one of you for supporting me as the secretary of Sargam for the last 2 years. It was a really wonderful experience, primarily working with you guys, because നാട്ടിലൊരു ചൊല്ലുണ്ട്, അണികളില്ലാതെ രാജാക്കന്മാരില്ലെന്ന്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് സർഗത്തെ എന്നെന്നും കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് മുമ്പോട്ട് നയിക്കുന്നത്. ഇനി മുമ്പോട്ട് നയിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. സോ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണവും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞാൻ ഇപ്പോഴത്തെ കമ്മിറ്റിക്ക് വേണ്ടി വരുന്ന കമ്മിറ്റിയുടെ പേരിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ വി വിൽ വർക്ക് ടുഗദർ ആൻഡ് നമ്മൾ സർഗത്തെ വീണ്ടും വളർച്ചയിലേക്ക് നയിക്കും. സോ അതിന് എഗെയിൻ താങ്ക് യു പറയുന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആത്മാർത്ഥമായി വർക്ക് ചെയ്ത
കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, വളരെയധികം വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറയുകയാണ്. So it was, once again, it was a really wonderful experience working for Sargam and basically for you guys. Thank you. Any questions or concern? Can we pass the secretary report? ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുക? ആരെങ്കിലും കാണത്തില്ല? ലക്ഷ്മി, ഓക്കെ, ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? സെക്കൻഡ് ഇറ്റ് സുബി ജേക്കബ്. താങ്ക് യു. അടുത്തതായി ഫൈനാൻസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സജി മാത്യു ശ്രമിക്കും. ഓക്കെ, കഴിഞ്ഞ 2 വർഷമായി സർഗത്തിൻ്റെ ട്രഷറർ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ എനിക്ക് തന്ന വലിയ അവസരത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. വളരെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ടു ബോർഡ് റീഡിങ് ദ നമ്പേഴ്സ്. സോ ജസ്റ്റ് ഓക്കെ, ഇതാണ് ഈ വർഷത്തെ ഓരോ മാസത്തെയും എൻഡിലുള്ള നമ്മുടെ ബാലൻസ്. അതായത് നമ്മുടെ സർഗത്തിൻ്റെ ബാലൻസാണ് ഓരോ മാസത്തെയും. ഈ നവംബർ 30-ാം തീയതി അവസാനിച്ച മാസത്തിൽ 64,281 രൂപ 91 സെൻറ്റാണ് സർഗത്തിൻ്റെ നീക്കിയിരുപ്പ്. ഓരോ വർഷവും വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ ഇപ്പം സിറിലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ച് പ്രത്യേകിച്ച് ഓരോ മാസവും ഒരു പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ ക്രിസ്മസിൻ്റെ എക്സ്പെൻസ് അതിനകത്ത് പോകാനുണ്ട്. എന്നിരുന്നാലും നവംബർ 30 അവസാനിച്ചപ്പോൾ 64,281 രൂപയാണ് നമ്മുടെ നീക്കിയിരിപ്പ്. അടുത്ത പേജിൽ നമ്മൾ ഈ വർഷം നവംബർ 30 വരെ $76,000 സ്പെൻഡ് ചെയ്തു. വരവ് വന്നു 75,386 രൂപയാണ് എക്സ്പെൻസസ്. $662 ആണ് നമ്മുടെ നെറ്റ് സർപ്ലസ്. ക്ലോസിംഗ് ബാലൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 64,281 ആണ്. നമുക്ക് ഓണം, കഥകളി, സർഗസംഗമ, എസ്പെഷ്യലി കഥകളി നമ്മൾ വളരെയധികം നഷ്ടം സഹിച്ച് നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി അല്ല പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്നത്. അത് ഒരു സങ്കടകരമായൊരു കാര്യം. വളരെ ചെറിയൊരു പോപ്പുലേഷനെ അത് വന്ന് എൻജോയ് ചെയ്തുള്ളൂ. I can talk, okay, I was not a Kathakali fan, but this time the Kathakali performance was amazing. The only sad part is only a minority of our community came and enjoyed that program. At least next years, please come and enjoy that. നമ്മുടെ നീക്കിയിരിപ്പ് ഈ രീതിയിലാണുള്ളത്. നമുക്ക് കാണാം ആ 3-ാമത്തെ ലൈനിൽ കിടക്കുന്നത് $40,000. അത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ് കിടക്കുന്നത്. ഇറ്റ്സ് റീപ്പിംഗ് ആസ് എ ഇൻട്രസ്റ്റ്. So that's our money in your different accounts. Okay, with that I want to thank the executive committee, general committee and the auditor Sabu Achupuram for doing an amazing job going through these accounts. ഇപ്പം ഈ മാസം തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് സാബുവിന് നവംബർ മാസത്തിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒക്ടോബർ 31-ാം തീയതി വരെ its audit is completed. But the accounts are submitted and approved by GC, General Committee and Executive Committee. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർഗം ഒരു 501c3 ഓർഗനൈസേഷൻ ആണ്. പ്രോഫിറ്റ് മേക്കിംഗ് ഈസ് നെവർ ആൻ ഇൻറ്റൻഷൻ ഓഫ് സർഗം. പക്ഷേ നമുക്ക് വി നീഡ് ടു കീപ് ദ ലൈറ്റ്സ് ഓൺ. അപ്പം ഈ വർഷം നടത്തിയ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമും തന്നെ റെഡിലാണ് റൺ ചെയ്തത്. പക്ഷേ നമ്മുടെ നല്ല സ്പോൺസേഴ്സും നമ്മുടെ സിറ്റി ഓഫ് സാക്രമെൻ്റ് ഒരു ബിഗസ്റ്റ് സ്പോൺസറാണ്. അപ്പോൾ അവരുടെയും കോൺട്രിബ്യൂഷൻ ഗ്രാൻഡ് കൊണ്ടാണ് വി ആർ കീപ്പിംഗ് ദിസ് ഫിനാൻഷ്യൽ ഹെൽത്തി സിറ്റുവേഷൻ. അപ്പം വേറൊരു കാര്യം എനിക്ക് വളരെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് പറയാനുണ്ട്. പ്രത്യേകിച്ചും ട്രഷറർ എന്ന നിലയിൽ പലരും എന്നോട് അപ്രോച്ച് ചെയ്തു, വൈ സർഗം ഈസ് ചാർജിങ് $25 ഫോർ ടുഡേയ്സ് ഇവൻറ്റ്. ഓക്കെ, ദേ ആർ കമ്പയറിങ് ഹിയർ ആൻഡ് ദേർ. ഐ വാണ്ട് ടു സ്ട്രേറ്റ് ലുക്ക് ഓൺ യുവർ ഫേസ് ആൻഡ് ഐ ക്യാൻ ആൻസർ യു ദിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഹോള് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ഈ ഒരു ഹോള് ഓൾമോസ്റ്റ് $5,000 എക്സ്പെൻസ് ആണ്. അപ്പം നമ്മൾ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് തരണ്ട, നമുക്കൊരു ചെറിയൊരു പള്ളിയുടെ ഹോളിലോ ചെറിയ എവിടെയെങ്കിലും നടത്തിയൊരു പരിപാടി നടത്തിയാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ദി എക്സ്പീരിയൻസ് വോണ്ട് ബി ദിസ് ഗുഡ്. പക്ഷേ വി കുഡ് സേവ് മണി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സർഗത്തിൻ്റെ ഇൻറ്റൻഷൻ ഒരിക്കലും പൈസ മേക്ക് ചെയ്യാനൊന്നുമല്ല.
അത് മാത്രമല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് വി ആർ കീപ്പിംഗ് ദ സെയിം പ്രൈസ് ഫോർ ദ സർഗം ക്രിസ്മസ് പ്രോഗ്രാം. ഈ അവസരത്തിൽ എന്നോട് സഹകരിച്ച എൻ്റെ വലങ്കൈ എൽദോസിന് നന്ദി പറയുകയാണ്. പിന്നെ നിങ്ങളിവിടെ വന്നപ്പോൾ കാണും, ഇപ്പോൾ സർഗം നമ്മുടെ ചെക്ക് ഇൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ നിങ്ങളൊരു QR കോഡ് കൊണ്ട് വന്നിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത്. അതിന് നമ്മളെ ലീഡ് ചെയ്ത് സഹായിച്ച അരുൺ വള്ളിയിലിന് പ്രത്യേകമായൊരു നന്ദി ഞങ്ങളുടെ സർഗം കമ്മിറ്റിയുടെ പേരിൽ പറയുകയാണ്. If you go to the next page, this is the summary of accounts ending on November 30th. So you guys can see it, but I don't want to waste your time. With that, it's a time for any questions. Okay, any questions or concern of the accounts? Can we pass the accounts? We need somebody to pass the one, we need support. Who? പാസ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വേറൊരാൾ പറയാമെങ്കിൽ നല്ലതാണ്. സനിത സോറി സെക്കൻഡ് ചെയ്യുന്നത് കാണത്തില്ല. അജു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സജി. അടുത്തതായി സെക്രട്ടറി റിപ്പോർട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് അയച്ച സമയത്ത് സെക്രട്ടറി ഒരു ബൈലോ കൂടി മോഡിഫിക്കേഷൻ കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി ഞാൻ പറയാം. ഈ വർഷത്തെ ഇലക്ഷൻ ബോർഡിൻ്റെ ചെയറായി ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പല കോംപ്ലിക്കേഷൻസും ബൈലോയിൽ ഉള്ളതായി നമുക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ചേഞ്ചസിന് അമെൻമെൻറ്റ് മൈനർ ചേഞ്ചസ് ആണ് മോസ്റ്റ് ഓഫ് ദം. അത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ എല്ലാവരും റെഡിയാണ് ഉത്തരം പറയാൻ. അത് അടുത്ത സ്റ്റെപ്പ് അതാണ്. ആരെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് കാണാൻ. ഈ ഹൗസ് ലൈറ്റ് ഇടാൻ സ്കോപ്പ് ഉണ്ടോ? ജെയിംസ്, can you put the lights on? ഓക്കെ, നിങ്ങൾക്ക് ബൈലോയിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വിരോധമില്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് വന്നാൽ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇത് നേരത്തെ ചെയ്യണമായിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടോ? ആരുമില്ല. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒരു ഗോയിങ് വൺസ്, ഗോയിങ് ട്വൈസ്, ഗോയിങ് ത്രൈസ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബൈലോ അമെൻമെൻ്റ് ഒന്ന് നമുക്ക് പാസ്സാക്കി എടുക്കണം. അതിന് നമുക്ക് ഫസ്റ്റും വേണം, സെക്കൻഡും വേണം. ഓക്കെ, വിനിൽ. അതാ ഇവിടെ ഇതൊക്കെ ഇപ്പൊ അതാ പേര് പറ. പേര് ജിൻസി. ജിൻസി മനോജ്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ബീങ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ ആൻഡ് താങ്ക് യു ഫോർ കണ്ടിന്യൂ ടു സപ്പോർട്ട് ദ സർഗംസ് മിഷൻ. Once again, wishing you all a happy and a Merry Christmas. Oh. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി കഴിഞ്ഞ 10-15 വർഷമായിട്ട് സർഗത്തിന് ഏറ്റവും നല്ല സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ചെയർമാൻ ശ്രീ മൃദുൽ സദാനന്ദൻ. അദ്ദേഹത്തെ നമുക്കൊന്ന് ഓണർ ചെയ്യണ്ടേ? അദ്ദേഹത്തെ ഓണർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മി ബിനി മൃദുലിനെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന സർഗത്തിൻ്റെ ക്രിയാത്മകമായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മൃദുൽ. ടെക്നിക്കലായിട്ടോ
ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിട്ടോ സജഷൻസ് ആയിട്ടോ ഞങ്ങളുടെ ഒരു AI ആണ് മൃദുൽ. ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആശയവിനിമയം നടത്തി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ ശ്രീ മൃദുൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തത് വളരെ സുദീർഘമായ സേവനമാണ്. നമ്മുടെ ഒഫീഷ്യലായിട്ട് സർഗം കമ്മിറ്റിയിൽ നിന്ന് മൃദുൽ ഇങ്ങോട്ട് റിട്ടയർ ചെയ്യുന്നെങ്കിലും പക്ഷേ നമുക്ക് എപ്പോഴും റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. മൃദുലിന് വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പം 12 മണി 1 മണി ആകുമ്പോഴും കാണാം അതിനകത്തൊരു മെസ്സേജ് 9 കഴിഞ്ഞ് എന്നെ കിട്ടത്തില്ല, പക്ഷെ 4 മണിക്ക് എന്നെ കിട്ടും. പക്ഷേ 11 മണിയും 12 1 മണിയും 2 മണിയാകുമ്പോൾ സർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായ മൃദുലിന് ഞങ്ങൾ എല്ലാവിധ ഭാവുകളും നേടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് വി നീഡ് യു ഓൾവേസ് ആൻഡ് വി നീഡ് യുവർ സപ്പോർട്ട്. We are not going to let you go out. We need you with us. Just like all previous presidents and chairpersons come and assist us, and for our growth, we need you always. And thank you, Bini, for your great support. With your support, it is not going to materialize. And you are the lady behind for all the success. Thank you very much. And we would like to say thank you. And we would like to give a plaque of appreciation presented to Mrudul Sadanandan in recognition of your outstanding dedication, commitment, and countless contribution to Sargam. Thank you from the Sargam family, December 6, 2025. Keep it up. Thank you. ഒരു സ്പീച്ചുമായി റെഡി ആയിട്ടല്ല ഞാൻ വന്നത്. പക്ഷെ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഒരു രണ്ട് വർത്തമാനം പറഞ്ഞിട്ടുള്ളത് 2 വാക്ക് സംസാരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു മൃദുല് ലാസ്റ്റ് 12 വർഷമായിട്ട് സർഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. 2005 മുതൽ നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 വർഷമായിട്ട് ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സർഗത്തിൻ്റെ എല്ലാ പൊസിഷനിലും സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ എല്ലാ പൊസിഷനിലും കയറി ഇപ്പം ചെയർമാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ മൃദുലിനൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മൃദുലിൻ്റെ അടുത്ത് പറയുന്നതാണ്, ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർ എപ്പോഴും നല്ല വാക്കുകൾ പറയും, ബിഹൈൻഡ് ദ സീൻ മാത്രമേ ആൾക്കാർ കുറ്റങ്ങൾ പറയുള്ളൂ. ഇപ്പം ഞാൻ മാത്രമേ മുഖത്ത് നോക്കി കുറ്റങ്ങൾ പറയുള്ളൂ. അപ്പോൾ ഇത്രയും കാലം എൻ്റെ കയ്യിൽ നിന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ്. അതായത് ഇത്രയും കാലം പഴയൊരു സർഗത്തിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നതിൽ മൃദുൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സർഗം ഈസ് ഹിസ് പാഷൻ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വോളണ്ടിയർ എഫേർട്ട്, ഇറ്റ് വാസ് ഹിസ് പാഷൻ. ഇറ്റ്സ് ലൈക്ക് ഇപ്പം വിൽസൺ പറഞ്ഞതുപോലെ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് രാവിലെ എണീക്കുമ്പോൾ ഒരു 4 മണി 5 മണിക്ക് സുമ്മാ വിൽസൺ ആയിരിക്കും കോളിൽ. ഉച്ചയ്ക്ക് ഓഫീസ് വർക്ക് കഴിഞ്ഞ് ലഞ്ച് സമയത്ത് ജോർജ് ആയിരിക്കും കോളിൽ. വൈകുന്നേരം ആകുമ്പം പിന്നെ രാജനായിരിക്കും. രാത്രിയാകുമ്പം തിരിച്ച് രമേശ് ആയിരിക്കും. അപ്പോൾ ഹോൾ ടൈം സർഗം വാസ് ഇസ് ലൈക്ക് പാർട്ട് ഓഫ് അവർ ലൈഫ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. സോ just wanted to say thank you Sargam for the support, and we will be there in even ഈ ഒഫീഷ്യൽ പൊസിഷനിൽ ഇറങ്ങി കഴിഞ്ഞാലും പുറത്തു നിന്നും as a volunteer he will be there. Thank you very much. Thank you. സോറി, ഈ സമയം എടുക്കുന്നത് ക്ഷമിക്കണം. ഞാൻ പുറത്ത് നടന്നുകൊണ്ട് പറയാം. എനിക്കറിയാം ഇന്ന് ഭയങ്കര കുറയില്ലാണ്. ഞാൻ അച്ഛനോട് അന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പറഞ്ഞത്. അതായത് നാട്ടിലായിരുന്നെങ്കിൽ ഈ പ്രായമാകുമ്പം കുടുംബത്തിൽ പലരെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, പെണ്ണ് കാണാൻ പോവുക, ഇതൊക്കെയായിരുന്നു ജോലി. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് സർഗമേ രക്ഷ. അതാണ് എന്നെ സംബന്ധിച്ചോളം. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ ഭാഗമായി ഞാൻ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. അതാണ് ഇതിലെ എനിക്ക് ഏറ്റവും വലിയ നേട്ടം. സോ എനിക്ക് സർഗത്തിന് കൊടുക്കുന്നതിന് കൂടുതൽ എനിക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഐറ്റം, ഓപ്പൺ അജണ്ടയിൽ വേറെ എന്തെങ്കിലും
ഐറ്റം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് തരാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്, ഇപ്പോൾ നമ്മൾ റണ്ണിങ് ഔട്ട് ഓഫ് ടൈമാണ്, ഇവിടെ ഇല്ലെങ്കിൽ സൈഡിൽ നമ്മളെ കണ്ടാലും മതി, സംസാരിക്കാം അതിനെ പറ്റി. ഓക്കെ, താങ്ക് യു. വോട്ട് ഓഫ് താങ്ക്സിനായി സംഗീത ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് പറയാനുള്ളതൊക്കെ എല്ലാവരും പറഞ്ഞു. നിങ്ങളെല്ലാവരും വളരെ ടയർഡായിട്ടിരിക്കുകയാണെന്ന് അറിയാം. We have a lot more beautiful programs coming up, so I'll keep my words short. Thank you, GBHF, for the wonderful message. We are blessed to have you here. On behalf of Sargam Committee, I want to extend our heartfelt thank you to all our annual event and grant sponsors. A big thank you to the school staff and the district for providing all the assistance throughout the day. And നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, സർഗം ഇസ് മെയ്ഡ് ബൈ ഇറ്റ്സ് വോളണ്ടിയേഴ്സ്. ഇവിടെ സ്റ്റേജ് ഓഡിയൻസിലിരിക്കുന്ന പലരെയും നമ്മൾ പല വർക്കും കഴിഞ്ഞ് ടയേർഡായിട്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ കേട്ട പോലെ മൃദുൽ, ബിനി ആയാലും ഇവിടെ നിൽക്കുന്നവരൊക്കെ പല ഹാറ്റ് വെയർ ചെയ്യുന്ന ആൾക്കാരാണ്. So we are so proud of all our volunteers and heartfelt thanks to all of you. A program of this magnitude takes a lot of planning. ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് കുറച്ചേറെ നാളായിട്ട് എന്നെ വർത്തമാനം കേട്ട് മതിയായ രണ്ടാൾക്കാരുണ്ട്, ആര്യ ആൻഡ് ജയൻ. So thank you for all your work. They're getting ready for the next segment. Also, we reached out to the community for young MCs. So I thank all of the MCs who are helping us to run the program today. പിന്നെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുറച്ച് നാളായിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യമാണ് ഫ്രണ്ട് ഡെസ്ക് ഓട്ടോമേഷൻ. അരുൺ ഡിഡ് ദാറ്റ്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഗ്രൂപ്പ് പെർഫോമൻസ് നമ്മൾ ഒരുപാട് കൂട്ടിയിട്ട് 190 ആൾക്കാർക്ക് ഇന്ന് സ്റ്റേജിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഇനിയും തരിക. ആഫ്റ്റർ ദിസ് വി വിൽ ബി സെൻഡിങ് ദ ഫീഡ്ബാക്ക് ഫോം. അഗെയിൻ താങ്ക് യു ഫോർ ഓൾ ദ വോളണ്ടിയേഴ്സ് ആൻഡ് അമേസിംഗ് ഓഡിയൻസ്. ലെറ്റ്സ് കണ്ടിന്യൂ ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം. There is a lot more to come.